ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഇന്ത്യ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ ബംഗ്ലാദേശ് അവർക്കൊരു വ്യോമത്താവളമുണ്ട്. ഈ വ്യോമത്താവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയ വ്യോമത്താവളമാണ്. അത് പ്രവർത്തിക്കാതെ ഇട്ടിരിക്കുകയായിരുന്നു. 1931 ഈ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു വ്യോമത്താവളമാണ്. ഈ വ്യോമത്താവളം 1971 യുദ്ധത്തിൽ പാകിസ്ഥാൻ സൈന്യവും ഉപയോഗിച്ചിരുന്നു എന്ന റിപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഇത് ചുമ്മാ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ചൈനയൊന്ന് ഈ വ്യോമത്താവളം ഒന്ന് ചോദിച്ചായിരുന്നു. ചൈന പറഞ്ഞു ഞങ്ങൾക്ക് അത് തരുമോ എന്ന് ചോദിച്ചു. ഇന്ത്യ കണ്ണുരുട്ടി. ചൈനയും ഇന്ത്യയും തമ്മിൽ പിന്നീട് നല്ല ടേംസിലായി. അതിനുശേഷം അതിന്റെ വാർത്തകളുടെ ഫോളോ അപ്പ് ഒന്നും ഞാൻ കണ്ടില്ല. ഇപ്പോ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആ വ്യോമത്താവളം ഇപ്പോൾ ബംഗ്ലാദേശ് പുതുക്കി പണിയുകയാണ്. പുതുക്കി പണിത് അതിനകത്ത് യുദ്ധവിമാനങ്ങൾ വിന്യസിക്കാനുള്ള ഒരു സെറ്റപ്പ് നടത്തുകയാണ്. ഇൻഫാക്ട് അതുകൊണ്ട് വിന്യസിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത് വിന്യസിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ചിക്കൻ നെക്കിന്റെ അടുത്താണ്. ഇന്ത്യയിലെ ചിക്കൻ നെക്കും ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും എത്രയും പെട്ടെന്ന് ആക്രമണം നടത്താനായിട്ട് ഇവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യൻ വ്യോമസേന എന്ന് പറയുന്നത് ചൈനയുടെ വ്യോമസേന പോലും മറികടന്ന് നിൽക്കുന്ന ഒരു വ്യോമസേനയാണ് ഇപ്പോൾ. അത്ര ശക്തമാണ് നമ്മൾ. പക്ഷെ അത് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമല്ലോ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണല്ലോ നമ്മളെല്ലാം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവന്മാരെ കുറച്ച് നമ്മളൊന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ചൈനയാണോ ഇതിന്റെ പിന്നിൽ, അമേരിക്കയാണോ ഇതിന്റെ പിന്നിൽ എന്ന് അറിയില്ല. കാരണം അമേരിക്കയാണോ ഇതിന്റെ പിന്നിൽ എന്ന് ചോദിക്കാനുള്ള കാരണം ഈ ഇടയ്ക്ക് അമേരിക്കയുടെ സൈനികര്, അതായത് വിരമിച്ച സൈനികർ കുറെ എണ്ണം അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവര് റങ്പൂരിനടുത്താണ് ഇപ്പോ തമ്പടിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഒഫീഷ്യൽ ആയിട്ടുള്ള റെക്കോർഡ്സിലൊന്നും ഇങ്ങനെ ഒരു ടീം അവിടെ വന്നതായിട്ട് യാതൊരുവിധ അറിവുമില്ല. ആരും വന്നിട്ടില്ല. കാരണം ഇവര് ചെക്ക് ഇൻ ചെയ്ത് ഹോട്ടലിൽ പോലും, റിസപ്ഷനിൽ പോലും ഇവരുടെ പേരുകളില്ല എന്നുള്ളതാണ്. പോരാത്തതിന് ഈ ഷെയ്ഖ് ഹസീന അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ, UNS അവിടെ കയറിയപ്പോൾ ഈ പാകിസ്ഥാന്റെ ഭീകരവാദികളും ISIയും പിന്നെ പോരാത്തതിന് കൊടും കുറ്റവാളികളെ എല്ലാം ബംഗ്ലാദേശിലേക്ക് കടത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ട് ആ സമയം തന്നെ നമ്മൾ ന്യൂസിന്റെ മലയാളത്തിൽ കൊടുത്താണ്. ഇവരെ കടത്തുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പലുണ്ടല്ലോ, ഈ കപ്പലിൽ തുറമുഖത്തെത്തിക്കും, ബംഗ്ലാദേശ് തുറമുഖത്തെത്തിക്കും. എന്നിട്ട് അവിടെ നിന്ന് ക്ലിയറൻസ് ഇല്ലാതെ അകത്തേക്ക് കടത്തിവിടും. പോരാത്തതിന് ഈ UNS വന്ന ശേഷം പാകിസ്ഥാനിലുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വിസ വേണ്ട എന്നുള്ളൊരു നിയമം കൂടെ കൊണ്ടുവന്നല്ലോ. ക്ലിയറൻസ് ഇല്ലാതെ അകത്തോട്ടേക്ക് ഇവരെ കടത്തിവിടുമ്പോൾ അതൊരു ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്തു, ഇതെന്തിനാണ് ക്ലിയറൻസ് ഇല്ലാതെ കടത്തിവിടുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ ഉദ്യോഗസ്ഥനെ ഇവരെന്ത് ചെയ്തു, തട്ടിക്കളഞ്ഞു. അങ്ങനെയാണ് ഒരു സാഹചര്യം. തട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് കൊന്നു കളഞ്ഞു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഉദ്യോഗസ്ഥനെ ആ പോസ്റ്റിൽ നിന്ന് തട്ടി വേറെ പോസ്റ്റിലോട്ട് എടുത്ത് മാറ്റി. പിന്നെ അയാൾ തുറമുഖം കണ്ടിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഇപ്പൊ വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്, ഈ ബംഗ്ലാദേശിൽ നമ്മുടെ അതിർത്തിക്ക് വെറും 20 കിലോമീറ്റർ അപ്പുറമാണ് ഇവന്മാർ ഈ വിമാനങ്ങൾ കൊണ്ടുവന്ന് വിന്യസിക്കുന്നത്. എന്താണ് കാരണം? ഇതിന്റെ പിന്നിലാരാ? ഇത് കാരണം ഇതിപ്പോ ഇതിനെ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി തന്നെ ബന്ധപ്പെടുത്തി തന്നെ നമുക്ക് ഇതിനെ കാണാൻ കഴിയും. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. നമ്മുടെ ഒരു യുദ്ധതന്ത്രവും യുദ്ധ രീതിയുമുണ്ട്. ആ രീതിയിൽ പാകിസ്ഥാനും ഒപ്പം തന്നെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി. കാരണം നേർക്കുനേർ ഇന്ത്യയുമായി നിന്ന് അടിച്ച് നിൽക്കാൻ കഴിയില്ല പാകിസ്ഥാൻ എന്നുള്ള. കാരണം നമ്മുടെ രാജ്യത്തിന്റെ യുദ്ധതന്ത്രങ്ങൾ പോലും അവർക്ക് എങ്ങനെയാണ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ പലതും തകർന്ന് തരിപ്പണമാകും. ഇത് എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് ഇവരിത് ചെയ്യുന്നത് ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ അന്നത്തെ നടത്തിയ സൈനിക മുന്നേറ്റത്തെ കുറിച്ച് പഠിക്കാൻ വിവിധ രാജ്യങ്ങൾ ഇവിടെ എത്തിയത്. വിവിധ രാജ്യങ്ങൾ എത്തുന്നു, നമ്മളെ കുറിച്ച് പഠിക്കുന്നു. നമ്മുടെ വ്യോമസേനയുടെ സഹായം ഇല്ലെങ്കിൽ അതിന്റെ ഒരു പരിശീലനത്തിനായിട്ട് ബ്രിട്ടീഷ് വ്യോമസേനയ്ക്ക് പരിശീലനം നൽകാൻ നമ്മുടെ പൈലറ്റുമാർ പോകുന്നു. എന്തിനേറെ പറയുന്നു, തുർക്കി പോലും നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്ലാൻ ആവശ്യപ്പെടുകയും മറ്റും ഒക്കെ ചെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തില് ഗ്രീസ് അടക്കം അപ്പൊ പാകിസ്ഥാൻ അത് ഇപ്പോൾ നേരത്തെ മുതൽ തന്നെ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും ഇന്ത്യക്ക് പ്രഷർ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കണ്ടതാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഈ നമ്മൾ വെസ്റ്റ് ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ നമ്മൾ തിസ്ത പ്രഹാർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വമ്പൻ സൈനികാഭ്യാസം, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സൈന്യാഭ്യാസം, ഇതിന് സമാനമായ സമയത്ത്, അതായത് ഒരു ഭാഗത്ത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിന്റെ അടി കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഇപ്പുറത്തെ സൈഡിൽ അതിലും വലിയത് അർജുൻ ടാങ്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഒരു പടയൊരുക്കം നമ്മൾ നടത്തി. അതായത് ഒരേ സമയം തന്നെ രണ്ട് ഭാഗത്തേക്കും അടിക്കാൻ പറ്റും, ഇങ്ങോട്ട് വന്നാൽ നിന്നെയും തീർത്ത് കളയും എന്നുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് അത് പോയത്. ഇതും കൂടെ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ബംഗ്ലാദേശ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത്. നമുക്കറിയാം, പൊതുവെ ഈ വ്യോമത്താവളം ആദ്യം ചൈനയ്ക്ക് കൊടുക്കാം എന്ന് UNS ചൈനയിൽ പോയി പ്രസ്താവന ഇറക്കിയതാണ്. പക്ഷേ പിന്നീട് നമ്മളവിടെ കാണുന്ന കാഴ്ച, അമേരിക്ക അവിടത്തേക്ക് എത്തുന്നു, അവരുടെ ഒരു ചരക്ക് വിമാനം ഈ ഒരു ബോർഡറിലേക്ക് എത്തുന്നു. അപ്പോൾ അതിനവരൊന്ന് പറഞ്ഞിരുന്ന കാര്യം, ഈ മ്യാൻമാറിലുള്ള റോഹിംഗ്യകൾ, അഭയാർത്ഥികൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും മറ്റുമായിട്ടാണ് എത്തിയിരിക്കുന്നതെന്നൊക്കെയാണ് അവരുടെ മാധ്യമങ്ങൾ, ബംഗ്ലാദേശ് മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പോ പിന്നീട് പറഞ്ഞു ഈ ഒരു വ്യോമത്താവളം അനിവാര്യമാണ്. അതായത് പുറമേ പറയുന്ന കാര്യം, ഇവർക്കൊക്കെ ഈ സഹായങ്ങൾ എത്തിക്കാൻ ആയിട്ടുള്ള കാര്യങ്ങൾ വേണമല്ലോ, ഈ റോഹിംഗ്യകൾക്കും മറ്റുമൊക്കെ, അരി, അന്നം, ഈ ഭക്ഷണവും വെള്ളമൊക്കെ.
അതിന് വേണ്ടിയിട്ടെന്നുള്ള ഒരു വ്യാജേനയാണ് ഇവരിപ്പോൾ ഇത് വരുന്നത്. നമുക്കറിയാം ബംഗ്ലാദേശിന്റെ സാമ്പത്തിക സ്ഥിതി പുതിയൊരു വ്യോമത്താവളം ഒന്നും പണിയാനുള്ള കപ്പാസിറ്റി അവർക്ക് നൽകുന്നില്ല. അപ്പോൾ ഇതിനൊരു വലിയ ഫണ്ട് വരുന്നുണ്ട്. ഒരുപക്ഷെ പാകിസ്ഥാൻ വഴി അമേരിക്ക നൽകുന്ന ഫണ്ടും അമേരിക്കയുടെ കമാൻഡർമാരടക്കം ഉള്ളവർ ബംഗ്ലാദേശിൽ വന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിയതുമാകാം ഇപ്പോൾ ഈ ധൃതി പിടിച്ച് ഈ വ്യോമത്താവളം ഒരുക്കൂട്ടുന്നതിന്റെ കാര്യം. അതിന്റെ പിന്നിൽ മറ്റൊന്നുകൂടിയുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇന്ത്യ ട്രെയിനിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന മിസൈൽ സംവിധാനങ്ങൾ നമ്മൾ വികസിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ചിക്കൻ നെക്കിന്റെ തൊട്ട് അടുത്തുവരെ കൂടെ കടന്നു പോകുന്ന റെയിൽ പദ്ധതികൾ നമുക്കുണ്ട്. ഒപ്പം തന്നെ ഈ അതിർത്തിയിലുടനീളം നമ്മളുടെ എയർ സ്ട്രിപ്പുകൾ നമ്മൾ പണിതീർത്തിട്ടുണ്ട്, ഹൈവേകൾ പണിതീർത്ത് കഴിഞ്ഞിരിക്കുന്നു. അത് കൂടാതെ തന്നെ നമ്മൾ ഈ മ്യാൻമാറിന്റെ തന്നെ സിറ്റ്വേ തുറമുഖത്തിന്റെ പണി അവസാന ഘട്ടത്തിലാണ്, തീർന്നു, അത് ഏതാണ്ട് കമ്മീഷൻ ചെയ്യാറായിട്ടുണ്ട്. അങ്ങോട്ടേക്കുള്ള പാതയുടെ പണിയും നടക്കുന്നുണ്ട്. അതായത് ഇതിനകത്ത് ഒരു ചലനം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ ഇതൊരു ഹാങ്ങർ ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് വിമാനങ്ങൾക്ക് വന്ന് കൊണ്ടിടാൻ പറ്റുന്ന ഗോഡൌൺ പോലത്തെ ഒരു സാധനം. ഈ ഹാങ്ങറാണ് പാകിസ്ഥാനിൽ അടിച്ച് നമ്മൾ ഈ 5 F-16 വിമാനങ്ങൾ തകർത്തെന്ന് പറയുന്നത് ഇതുപോലെയുള്ള അഖനൂർ എന്ന് പറയുന്നിടത്തെ വിമാന ഹാങ്ങറിലായിരുന്നു. അവിടുത്തെ ഇതിലാണ് നമ്മൾ ഇട്ടത്. അപ്പോൾ സ്വാഭാവികമായി തന്നെ ഇവിടെയും അത് ചെയ്യാൻ ഇന്ത്യക്ക് ഒരു നിമിഷം പോലും വേണ്ട എന്നുള്ള കാര്യം ബംഗ്ലാദേശിലും വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ഇവിടെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇനി അതുകൊണ്ടാണ് നമ്മുടെ കരസേനാ മേധാവി പറയുന്ന വാക്കിന് വലിയ പ്രസക്തിയുള്ളത്. അദ്ദേഹം പറയുന്നത് ഇനിയൊരു യുദ്ധമുണ്ടായാൽ അത് 5 വർഷമെങ്കിലും നിൽക്കും എന്ന് പറയാനുള്ള കാരണം നമുക്ക് ഇനി തുറക്കേണ്ടത് ഒരു വാർഫ്രണ്ട് ആയിരിക്കില്ല, 2.5 തന്നെ ആയിരിക്കും. അതായത് അപ്പുറവും ഇപ്പുറവും ബംഗ്ലാദേശും പാകിസ്ഥാനും 2 മുഖങ്ങളും 0.5 എന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് തന്നെയുള്ള വിഘടനവാദികളും കുത്തിത്തിരിപ്പുകാരുമായിട്ടുള്ള കുറെ എണ്ണമുണ്ട്. അവരെയും ചേർത്തിട്ടുള്ള 2.5 ആയിരിക്കും ഇനി നമ്മൾ അടുത്ത ഓപ്പറേഷൻ 2.0 നമുക്ക് നേരിടേണ്ടി വരുന്നത്. അതെന്തായാലും അതിവിദൂര ഭാവിയിലല്ലാതെ തന്നെ നടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്ന് ശ്രീ ഖാജ ആസിഫ് അവരുടെ പ്രതിരോധ മന്ത്രി പാകിസ്ഥാന്റെ പറഞ്ഞിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള വെടിനിർത്തൽ ഒരു താൽക്കാലികം മാത്രമാണ്, ഏത് നിമിഷവും സംഘർഷമുണ്ടായേക്കാം എന്ന്. ഇതിനോട് അനുബന്ധിച്ച് തന്നെ കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഞങ്ങളൊരു അടി തുടങ്ങിക്കഴിഞ്ഞാൽ മുനീറിന് ഇന്ത്യൻ അതിർത്തി വരെ ഓടേണ്ടി വരും, ഇന്ത്യൻ അതിർത്തി ചെന്നാൽ പിന്നെ ബാക്കി അവർ നോക്കിക്കോളും എന്നാണ് പറഞ്ഞത്. അതായത് ഇതേ മെത്തേഡിൽ തന്നെയാണ് ഇന്ത്യയും മുമ്പോട്ട് പോകുന്നത്. ഒരു ഭാഗത്ത് ഇന്ത്യയും മറുഭാഗത്ത് അഫ്ഗാനിസ്ഥാനെ നിർത്തിക്കൊണ്ട് നമ്മൾ പാകിസ്ഥാനും പ്രഷർ കൊടുക്കുന്നുണ്ട്. ഇതിന് സമാനമായിട്ടുള്ള ഒരു നീക്കമായിട്ട് അതിനെയും വിലയിരുത്തേണ്ടി വരും. ഏതായാലും ചൈന നിലവിലത്തെ സാഹചര്യത്തിൽ ഇതിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇടപെടാനുള്ള സാധ്യതകൾ ഒന്നും തന്നെ ഇല്ല. അതിന് കാരണം ഇന്നലെ ഒരു വലിയ വാർത്ത വന്നിരുന്നു, ചൈനയുടെ റിയൽ എസ്റ്റേറ്റ് മേഖല ഡൗൺ ആയിട്ടുണ്ട്. കാരണം അവർ പല രാജ്യങ്ങളിലും മുടക്കിയ അവരുടെ പൈസ നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാനിലൊക്കെ കോടിക്കണക്കിന് രൂപ കൊണ്ടാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ചൈന മുടക്കിയത്. അപ്പൊ ഇതൊന്നും കിട്ടാതെയും അവർക്ക് കച്ചവടം നടക്കാതെയും കിടക്കുന്നു. ആ റിയൽ എസ്റ്റേറ്റ് ഓഹരികളൊക്കെ ചൈനയിൽ ഇടിഞ്ഞു തുടങ്ങും. ചൈനയുടെ റിയൽ എസ്റ്റേറ്റ് ഓഹരിയൊക്കെ ഇടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കാരണം ചൈനയുടെ പ്രധാന ഇൻകം ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയാണ്. അപ്പൊ അതൊക്കെ വന്നിരിക്കുന്നു. അപ്പൊ ആ ഒരു സ്ഥിതിയിൽ ചൈന കൊണ്ട് ഇവിടെ പണം മുടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. പക്ഷെ അമേരിക്ക അവിടെ വരുന്നതിനെ ചൈനയും അത്ര താല്പര്യത്തോടെ കാണാൻ യാതൊരു സാധ്യതകളും കാണുന്നില്ല, ഇന്ത്യയും അതിനെ കാണാൻ സാധ്യതയില്ല. പക്ഷെ ഇത് ഏത് രീതിയിലാണ് എങ്ങനെയാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമായിരിക്കും പിക്ചർ നമുക്ക് പൂർണ്ണമായി ലഭിക്കുക.